ഞാൻ ഇതിനെ സമീപിച്ചത്. പക്ഷേ എൻ്റെ അനുഭവത്തിലൂടെയും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരുമായിട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായി അത് ശരിയാണെന്നാണ്. അപ്പം അത് തന്നെ നമുക്ക് അത്രയ്ക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഹ്യൂമൻ ബോഡിയിൽ മുഴുക്കെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന വേറെ ഒരു മെഡിസിനും നമുക്കില്ല. അപ്പം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വേണ്ടിയിട്ട് ഓക്സിജൻ സർക്കുലേഷൻ നമുക്കിത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമ്മളെ ബോഡിക്ക് വലുതും ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ബോഡി. പക്ഷേ അതിനൊരു കാര്യമുണ്ട്, സാംക്രമിക രോഗങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല, പക്ഷേ അത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കും. ഇതിനോടനുബന്ധിച്ച് എൻ്റെ സഹോദരിമാരുടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് നമ്മളുടെ ഗ്ലോബൽ ക്യാൻസർ അവയർനെസ് മന്താണ്, അതായത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്താണ്. ഇന്ന് തീരുകയാണ്. ഈ ഒക്ടോബർ 1 തുടങ്ങി ഒക്ടോബർ 31 വരെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീകളിലെ ആരൊക്കെ ബ്രസ്റ്റ് സെൽഫായിട്ട് എക്സാമിൻ നടത്തിയിട്ടുണ്ട്? ഒന്ന് കൈ കൊണ്ടിച്ചാട്ടെ. സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്തിട്ടുള്ള ആരൊക്കെ ഉണ്ട്? 3-4. ഓക്കെ, 10. പക്ഷേ നമ്മുടെ ഒരു 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ഉറപ്പായിട്ടും സെൽഫായിട്ട് എക്സാമിൻ ചെയ്യണം. മനസ്സിലായോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ സെർവിക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയ ഗല ക്യാൻസറാണ് ഏറ്റവും കൂടുതലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ അപകടം വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം?